എന്റെ പഞ്ചായത്ത് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് ശൈലജ രാജീവൻ ഉണ്ട്. നമസ്കാരം ശ്രീമതി ശൈലജ. ഒരു മലയോര ഗ്രാമപ്രദേശമാണല്ലോ നന്ദിയോട്. കൂടുതൽ കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന മലയോര ഗ്രാമപ്രദേശമാണ്. ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ചു. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ അടക്കം അംഗീകാരങ്ങളെല്ലാം തന്നെ ലഭിച്ചു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കുന്നത്? ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടാണ് അത്തരം പ്രവർത്തനം നടത്തുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാം. രാസകീടനാശിനികൾ ഉപേക്ഷിച്ചുകൊണ്ട് ജൈവ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. അതിനകത്ത് വാഴക്കന്ന് വിതരണവും പച്ചക്കറി വിത്തും തൈകളും കൊടുക്കലും അങ്ങനെ വിവിധ കാർഷിക മേഖലാ പ്രദേശമായതുകൊണ്ട് നമ്മുടെ കർഷകരൊക്കെ വളരെ താല്പര്യപൂർവ്വം, ഒരുപാട് കർഷകരുണ്ട് ഇവിടെ. ക്ലസ്റ്റർ യൂണിറ്റുകളുണ്ട് ഗ്രാമപഞ്ചായത്തില്. വീടുകൾ തോറും അവര് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യജീവി പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കുന്നതിന് സൗരോർജ വേലിയും ഒക്കെ നമ്മള് അതുപോലെ സോളാർ സംവിധാനവും ഒക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയാണ് ഈ പദ്ധതി ഇവിടെ വളരെ ഗംഭീരമായി നടത്തുന്നത്. തീർച്ചയായും മികച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പൂവനി പുഷ്പകൃഷി എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? ഓണക്കാലത്ത് നമ്മള് പച്ചക്കറി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഓണക്കാലത്തും മറ്റ് വിശേഷാവസരങ്ങളിലും അന്യ സംസ്ഥാനത്തിലെ പൂക്കളാണ് നമ്മൾ തേടി പോവുക. അപ്പൊ പഞ്ചായത്തിന്റെ തന്നെ ആസ്ഥാനത്ത് നമ്മള് ജണ്ടുമല്ലി കൃഷി ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ കർഷകരെയും ഗ്രൂപ്പ് സ്ത്രീകളുടെ കൂട്ടായ്മയും ഒക്കെ ചേർത്തുകൊണ്ടാണ് പുഷ്പകൃഷി നടത്തിയത്. വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങള് അത് കുറ്റിമുല്ല എന്ന് പറയുന്ന കൃഷി രീതി ഇതിലേക്കാണ് പോകുന്നത്. കാരണം സീസൺ കഴിഞ്ഞാലും നമുക്ക് കുറ്റിമുല്ലയാവുമ്പോ വനിതകൾക്കൊരു വലിയ ഉപജീവന മാർഗമാകും എന്നുള്ളതാണ്. ആന്തൂറിയം പോലുള്ള കൃഷി രീതികളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്ന പഞ്ചായത്താണ്. ഇപ്പൊ ഈ വിപണിയുടെ ഒരു പ്രശ്നം കൊണ്ട് അത് പുറകിൽ പോയിട്ടുണ്ടെങ്കിലും ഈ കുറ്റിമുല്ല പോലുള്ള കൃഷികൾ നമ്മുടെ പ്രദേശത്ത് തന്നെ നമുക്ക് വിപണി സാധ്യത കൂടെ കണ്ടെത്തിക്കൊണ്ട് ആ പ്രവർത്തനം നമ്മൾ നടത്തുകയാണ്. വരുന്ന സാമ്പത്തിക വർഷവും നമ്മൾ അത്തരത്തിലുള്ള പദ്ധതി ഈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുകയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ്. ഈ ക്ഷയരോഗമുക്ത പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് ഈ ഒരു മുന്നേറ്റത്തിലേക്ക് എത്തുന്നത്. ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്നുള്ള പ്രവർത്തനം നമ്മൾ 2 വർഷമായി ഈ ഗ്രാമപഞ്ചായത്തിൽ, കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹരിതകർമ്മസേന അതുപോലെ തന്നെ ആശാവർക്കർമാര്, പ്രധാനമായും ആശാവർക്കർമാരാണ് അതിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത്. പാലോട് PHC നമ്മുടെ കീഴിലുള്ള മുഴുവൻ JPHമാര് വാർഡ് തലത്തിൽ നമ്മൾ വാർഡ് തല സമിതികൾ രൂപീകരിച്ച് വളരെ വലിയ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് അവർക്ക് ഫുഡ് ഉൾപ്പെടെ കൊടുക്കുന്ന സ്കീമുകൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ക്ഷയരോഗമുക്തമായിട്ട് അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനം നടപ്പിലാക്കിയത്. നമുക്ക് അതിന് TV മുക്ത പഞ്ചായത്തായിട്ട് ഇപ്രാവശ്യം അവാർഡും കിട്ടിയിട്ടുണ്ട്. കോവിഡ് കാലത്തൊക്കെ നമ്മുടെ ആശാവർക്കർമാര് വളരെ സജീവമായി നമ്മൾ വാർഡ് തല കർമ്മസേന രൂപീകരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തി പോലീസിന്റെ ജനമൈത്രി പോലീസും അതുപോലെ വോളണ്ടിയേഴ്സും ഒക്കെ കൂടെ സംയുക്തമായിട്ടാണ് കോവിഡ് കാലത്ത് ഈ പഞ്ചായത്തില് മുഴുവൻ ആളുകൾക്ക് വാക്സിനേഷൻ ഉൾപ്പെടെ കമ്മ്യൂണിറ്റി കിച്ചൺ, ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണില് റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങി വിവിധ മേഖലയുള്ള യുവാക്കളും യുവതികളുടെ അടങ്ങുന്ന ഒരു വലിയ ടീമാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ കോവിഡ് കാലത്തെ വലിയ ഒരു പ്രവർത്തനം നടത്തിയത്. ഈ വീടുകളിലൊക്കെ ഫുഡ് കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്ന രീതിയിലായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. തീർച്ചയായും ആരോഗ്യരംഗത്തെ ഇത്തരം നേട്ടങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ ഈ ഒരു പഞ്ചായത്ത് കാഴ്ചവെക്കുന്നുണ്ട്. സ്കൂളുകളാണെങ്കിലും തന്നെ സ്മാർട്ട് അംഗനവാടികളാണെങ്കിലും പഠനോപകരണ വിതരണങ്ങൾ അടക്കം തന്നെ ഈ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ടല്ലേ? നന്ദിയോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഗാന്ധി പാർക്ക് നിർമ്മിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ഗാന്ധി പാർക്ക് നിർമ്മിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളെയും ഞങ്ങള് സജീവമാക്കുകയാണ് ഉണ്ടായത്. അതുപോലെ സ്കൂളുകൾക്ക് പുതിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ
കുട്ടികൾക്കുള്ള സൗഹൃദ ശിശു സൗഹൃദ ടോയ്ലറ്റുകൾ നിർമ്മിച്ചുകൊണ്ട്, അംഗൻവാടികളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികൾക്ക് നമ്മള് നാട് വിട്ടു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യം വേണ്ടതുണ്ട്. അവർക്ക് സംസാരിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ട് നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മാതൃകാപരമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം. അത് വളരെ നന്നായി നമ്മുടെ പഞ്ചായത്തിൽ 2 വർഷമായിട്ട് നമ്മൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. യോഗ പോലുള്ള പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ്. കരാട്ടെ പോലുള്ള പ്രവർത്തനങ്ങൾ പഠന ഇതില് ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയായി തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ ജൈവ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകളിലും പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് കുട്ടികളെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനും, അതുപോലെ ഹരിത പഞ്ചായത്തായി മാറുന്ന പ്രവർത്തനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് എല്ലാ സ്കൂളുകളിലും ഹരിത പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ ഹരിത സ്കൂളുകളായി നമ്മുടെ സ്കൂളുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ ഏറ്റവും പ്രധാന ഘടകമാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ തന്നെ തുമ്പൂർ മൊഴി സ്ഥാപിച്ചുകൊണ്ടാണ് ജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനം എടുത്തിട്ടുള്ളത്. അതുപോലെ ബയോബിന്നുകൾ വീടുകൾ മുഴുവൻ കൊടുത്തുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോ പഞ്ചായത്തിലുടനീളം CCTVകൾ സ്ഥാപിച്ചുകൊണ്ട്, മലയോര ഗ്രാമം എന്ന നിലയിൽ വനപ്രദേശങ്ങളാണ് നമ്മുടെ റോഡിന് ഇരുവശവും വരുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പോലും വേസ്റ്റ് കൊണ്ടിടുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മൾ അതിനകത്ത് ഇടപെട്ടിട്ടും ആളുകൾ കൊണ്ടിടുന്ന സാഹചര്യത്തിലാണ് CCTV പോലുള്ള ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുകയും അത്തരത്തിൽ പെനാൽറ്റികൾ കൊടുക്കുകയും അവർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിൽ 1ാം സ്ഥാനത്ത്. അതുപോലെ ഹരിതകർമ്മസേന വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയാണ് ഗ്രാമപഞ്ചായത്തിലുള്ള MCF. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ MCF സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വാർഡുകളിൽ ഈ 2 MCF സ്ഥാപിച്ചു കഴിഞ്ഞു. അതുപോലെ വീടുകൾ തോറും ഏകദേശം 800-ലധികം വീടുകളിൽ 2 വർഷമായി കൊടുത്തു തീർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുമ്പോൾ പ്രധാനമായും ഈ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു, ഒപ്പം തന്നെ തെരുവു വിളക്കുകളെല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ഇപ്പൊ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ മിക്കവാറും റോഡുകൾ, മലയോര പ്രദേശങ്ങളിലുള്ള മിക്കവാറും റോഡുകൾ റീടാറിങ്ങും റീകോൺക്രീറ്റും അതുപോലെ സൈഡ് വാള് കെട്ടിയും പാലങ്ങൾ പണിതും ഒക്കെ നമ്മൾ വളരെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പുതിയ ഓഫീസ് കെട്ടിടം, നമ്മള് പുതിയ ആധുനികവൽക്കരിച്ച ഓഫീസ് കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോ പേപ്പർലെസ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകുന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾക്ക് പെട്ടെന്ന് സേവനം കിട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ K-സ്മാർട്ട് ഉൾപ്പെടെ വരുമ്പോ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് പോവുകയാണ്. അതുപോലെ തെരുവിളക്കുകൾ, മിനിമാസ് ലൈറ്റുകൾ മിക്കവാറും എല്ലാ SC/ST കോളനി, SC/ST മേഖല കൂടുതലുള്ള പഞ്ചായത്താണ്. അവിടെ കുഴൽക്കിണറുകൾ, അതുപോലെ മിനിമാസ് ലൈറ്റുകള്, തെരുവിളക്കുകൾ കത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ സ്ട്രീറ്റ് മെയിൻ ഇല്ല, പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ച് കൃത്യമായി ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഈ പാർപ്പിട സൗകര്യങ്ങളെല്ലാം തന്നെ എത്രത്തോളം ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്? കുടിവെള്ളം എത്തിക്കാനൊക്കെ ഏതൊക്കെ തരത്തിൽ സാധിച്ചിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതിയും PMAY സ്കീമുകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ വീടുകൾ കൊടുക്കുന്ന പദ്ധതികളായി വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് സമിതി വന്നതിന് ശേഷം തന്നെ ഏകദേശം 300-ലധികം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുത്തു. എന്നിരുന്നാൽ പോലും പഞ്ചായത്തിന് പരിമിതമായ ഫണ്ടുകളാണ് ഇപ്പൊ സർക്കാർ തലത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് കിട്ടുന്നതെങ്കിലും അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ആളുകൾക്ക് കൂടി കൊടുക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടാതെ കുടിവെള്ളം, ഈ പഞ്ചായത്തിന് രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള പഞ്ചായത്താണ്. 2014 ആനാട് നന്ദിയോട് കുടിവെള്ള പദ്ധതിക്ക്
തുടക്കം കുറിച്ച പഞ്ചായത്ത് സമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഞാൻ. അന്ന് ഇവിടെ പുതിയ പ്ലാന്റിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥലം വാങ്ങിക്കൊടുക്കുകയും 60 കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും തുടർന്നുള്ള പഞ്ചായത്ത് സമിതിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചതിന്റെ ഫലമായി അത് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഗവൺമെന്റുമായി സംസാരിച്ചുകൊണ്ട് ഉണ്ടെങ്കിലും അത് അടിയന്തരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ SC/ST മേഖല, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ള SC/ST മേഖല എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുഴൽക്കിണറുകൾ സ്ഥാപിച്ചുകൊണ്ട്, വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന ശ്രമകരമായ പ്രവർത്തനം ഞങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ ഭാവിയിൽ ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് യാഥാർത്ഥ്യമാക്കാനിരിക്കുന്നത്? ഭാവിയിൽ ഇനിയും നമുക്ക് കുറെ ആളുകൾക്ക് വീടുകൾ കൊടുക്കാനുണ്ട്. മലയോര പ്രദേശം എന്ന നിലയിൽ ഇവിടെ ഈ കുടിവെള്ളം സാക്ഷാത്കരിക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. മുഴുവൻ ആളുകൾക്കും കുടിവെള്ളത്തിൽ ലൈഫ് ഭവന പദ്ധതി പോലുള്ള പദ്ധതികളിലൂടെ, കൂടാതെ ജൈവ പച്ചക്കറിക്ക് പ്രസിദ്ധമായ പഞ്ചായത്തിൽ ഈ വന്യജീവി ആക്രമണം വലിയ പ്രശ്നമാണ്. ഇതിന് എതിരെയുള്ള പുതിയ പദ്ധതികൾ നമുക്ക് വിഭാവനം ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. അത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജയാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ശൈലജ. ഇന്ത്യ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തുകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.